ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എപ്പിസോഡ് 3 കഴിഞ്ഞു. ഇത് 4. ഓക്കെ, 4 ആണെന്ന് തോന്നുന്നുണ്ട്. 4 തന്നെയാവും. അപ്പോൾ 4. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോറി, ഒരു മിനിറ്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓടിക്കോ. അയ്യോ, പോലീസ് വരുന്നു. ഓടിക്കോ. നമ്മളൊന്ന് പച്ചക്കളർ ഡ്രസ്സും ജീൻസൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കണേ. നമുക്കൊരു വണ്ടി എടുക്കണമെന്നൊരു ഡൗട്ടുണ്ട്. അത് ലംബോർഗിനി ഒന്നുമില്ലേ? ഞാൻ നേരത്തെ വിചാരിച്ചേ അതൊരു ബസ്സും ആ ലംബോർഗിനിയും കൂടിയപ്പോൾ മറ്റേ ട്രക്കായോ റേസിങ്ങിട്ട്. ഓക്കെ, അടുത്ത വട്ടം റേസിങ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. കമൻറ്റ് ചെയ്തൊരിക്കൽ ഞാൻ ഹായ്ന്നും അയക്കാം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പം നോക്കാം. ഓക്കെ, ശബ്ദമൊക്കെ കൂട്ടി വയ്ക്കാം. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യട്ടോ എന്താ വേണ്ടതെന്ന്. റേസിങ് വേണോ, അതോ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി തിങ്സ് വേണോ, അതോ അങ്ങനത്തെ അത്രക്കനെ മതിയോന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഇത്ര നേരം എടുത്ത വീഡിയോസിലൊക്കെ ഞാൻ നോക്കട്ടെ, ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. കറുപ്പ് കളറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ഞൊക്കെ നമ്മുടെ റെഡ് ലൈറ്റിൻ്റെ അടിയിലത്തെ മറ്റേ എന്തോ സംഭവമില്ല, അതിലൊക്കെ അത് കൂടെയൊക്കെയാണ് പോണത്. സംഭവം സ്പോയിലറും പിന്നെ പുറത്ത് എന്തൊക്കെയോ വരയുണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മുമ്പത്തെ ടയർ ഈ വര ഇങ്ങനെ വന്നത് ഇല്ലേ? ഈ വര എങ്ങനെയാവും വന്നത്? ഞാൻ തന്നെ ഡ്രിഫ്റ്റ് ചെയ്തതാ അല്ലേ? ആണെന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വര വരുന്നേ. ഇതെങ്ങനെയത് കറക്റ്റ് ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കറക്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ. അയ്യോ, നമുക്ക് നേരെ പോയിട്ട് നമുക്കിത് കൂടെ കുറച്ച് റൈഡ് ചെയ്യാം. അവിടെയൊക്കെ നല്ല കുറച്ച് ലംബോർഗിനി റൈഡ് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് റൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചുറ്റിക്കറങ്ങി വരാം. നമ്മുടെ ഈ മഞ്ഞ കളറില്ലേ, എനിക്ക് വേറെ സാധനം അറിയാം കേട്ടോ. അല്ലേ, ഇങ്ങനെ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു മുമ്പിലൊരു വണ്ടി ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഉള്ളി അവനെ ഞാൻ പിടിച്ചു നടത്തി. ഇങ്ങനെ ഉള്ളി സ്ട്രെയിറ്റായിട്ട് ഇതാക്കാറുണ്ട്. സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. സ്ട്രെയിറ്റ് അല്ല, ഒരു സ്മൂത്തായിട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലേ, സ്മൂത്താണ് മോളിക്കൂടെ എടുത്ത് വലിച്ചെറിയാം. പിന്നെ ഇവിടെ വരുമ്പോൾ വലിയൊരു പാർക്കിംഗ് ഇത് വരുന്നുണ്ട്. ഞാൻ എന്താ വ്ളോഗാ ചെയ്യുന്നത് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകട്ടോ. ഈ മഞ്ഞ കളറുണ്ടല്ലോ, മഞ്ഞ കളറിനൊപ്പം വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഈ മഞ്ഞ കളർ ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് നേരെ പോകണമെന്ന് തോന്നുന്നേ. ഈ റെഡ് ലൈറ്റൊക്കെ കത്തിയിട്ടാണ് അങ്ങനെ. ഓക്കെ, ഈ മഞ്ഞ കളറിനവിടെ ഞാനേ ട്രെയിൻ നടത്തും. ഇവിടെ തന്നെ വേറെ ഇതല്ല ഇതാണ് തോന്നുന്നു. ഇതിനാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് സൈഡ് നോക്കാം. സൈഡിൽ ഉണ്ട്. ഓക്കെ, കറക്റ്റാ. അപ്പം എൻ്റെ ഇവിടെ ഉണ്ടല്ലേ അയ്യോ, എൻ്റെ ഭാഗ്യം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റ് വന്ന് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അയ്യോ, അടിച്ച് മറിച്ചിടന്നെ. എന്താ പറയുക, ട്രെയിനാന്ന് പറയാം. എന്നിട്ട് പാളത്തിലിരിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉണ്ട് ഇതേപോലെ നോക്കാം. തെറിച്ച് അവന്മാർ കാണാം. നിരങ്ങി എങ്ങോട്ട് പോവുക അവന്മാരൊക്കെ? മണ്ണിൻ്റെ അടിയിൽ തന്നെ പോവും. മണ്ണിൻ്റെ അടിയിൽ തന്നെ പോവുള്ളൂ. അയ്യോ, ഞാനിങ്ങനെ ഓടിച്ചു, കുറേ നേരം ഓടിച്ചു കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. വെറുതെ വല്ല വെറൈറ്റി ഇങ്ങനെ ചെയ്യാം അല്ലേ. പിന്നെ വന്ന് അടുത്തതിൽ വല്ല മെഷീൻ ഉണ്ടെങ്കിൽ നടത്തായിരുന്നു. മെഷീനല്ല, ഈ ചേച്ചിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും കൊട്ടേഷനോ അല്ലെങ്കിൽ വല്ല ചാലഞ്ചൊക്കെ തരികയാണെങ്കിൽ അവനെ ഞാൻ മറച്ചിട്ട് അതും അവൻ
ഇജാതി മറയില്ല. അയ്യോ എൻ്റെ വണ്ടിയിൽ നിന്ന് പുക വരുന്നേ. അയ്യോ പക്ഷെ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിന്നാണല്ലോ പുക വരുന്നേ. ലംബോർഗിനിയുടെ ബാക്കിലാണോ എൻജിൻ വരിക? അല്ല ബാക്കിലല്ലോ എൻജിൻ വരിക. എനിക്കത് തോന്നുന്നു കേട്ടാ, ബാക്കിലാവണം എൻജിൻ വരുന്നത്. എനിക്കറിയില്ല, അതോ ഈ ഗെയിമിൽ തെറ്റാണോ? അയ്യോ ഒടുക്കോ ഈ ഗെയിമിൽ തെറ്റാണോ എന്നറിയില്ല. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അക്ഷിത് എന്ന് പറഞ്ഞിട്ട്. ചെക്കൻ അടിപൊളിയാണ്, അത്യാവശ്യം അടിപൊളിയൊക്കെയാണ്, മനസ്സിലായില്ലേ? മീൻസ് ഈ ഇതിൻ്റെ ബാക്കിലുണ്ടല്ലേ ഒരു നിരങ്ങി വരുന്നു. ഇതിൻ്റെ ബാക്കിൽ സ്പോയിലറില്ലേ, അത് ഞാൻ അവൻ്റെ അടുത്ത് കുറേ ചോദിച്ചു കേട്ടോ. കുറേ അല്ല, ഒരു പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്താ അവന് കാറിൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം അവന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ അവൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കും, അവൻ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കും. അങ്ങനെയാണ്. എനിക്കും അറിയാം കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ. എനിക്ക് കുറേ ക്യൂരിയോസിറ്റി ഉള്ള സംഭവങ്ങളാണ് എനിക്ക്. ഈ എന്താണ് ഡിഫറൻഷ്യൽ കറങ്ങണേൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ എന്താ, അതിൻ്റെ ഉള്ളിലെങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ എനിക്ക് ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് റേസിംഗ് ട്രാക്കിൽ കൂടെ ഓടിക്കട്ടാ. അപ്പോൾ പോലീസ് അല്ല, ഇത് കൂടെ അല്ലേ ഞാൻ വരേണ്ടത്, ഇത് കൂടെ അല്ലേ ഞാൻ വരുന്നത്. നേരെ വന്നിട്ട് ഒറ്റച്ചട്ടത്തിൽ ഞാൻ വഴി മാറിയതോ? ഞാൻ വഴി മാറിയതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ അക്ഷിത്ത് ആളെ അടിപൊളിയാണ് കേട്ടാ. അവനും ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം എന്നിട്ടാ എന്താ ഇരിക്കണേ. ഓക്കെ അതിനെ ഇടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ലെവലിൽ പോവാം കേട്ടോ. എന്തായാലും ഇടിക്കാം, ഉറപ്പാണ് ഇടിക്കും. വാട്ട് അതെന്താ? അത് ഞാൻ അങ്ങോട്ട് വളച്ചിട്ടോ, അതാണ്. അത് പറ്റില്ല. പക്ഷേ എന്നാലും അത് എടുക്കേണ്ടതല്ലേ അതിൽ എന്താ? ഈ മരം ഇതാണ് പറയുന്നത്, മരത്തിനെ വെട്ടിക്കളയരുത്. മരം നമ്മളെ സൂക്ഷിക്കും. പക്ഷെ എനിക്ക് ആൾക്കാരെ സൂക്ഷിക്കണതിൽ എനിക്ക് വലിയ പങ്കൊന്നുമില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ നിന്ന് അത്രയ്ക്ക് എനിക്ക് സൂക്ഷിക്കാൻ എനിക്കൊരു എന്താ പറയുക, ഇതില്ല. ഓക്കെ, എനിക്ക് ഗ്രനേഡ് എറിഞ്ഞു കുറേ ആൾക്കാരുണ്ടായിരുന്നു. അല്ല ഇതെന്താ കത്തണേ? ഇതെന്താ കത്തണേ? ഇതെന്താ നല്ല കത്തിയിരിക്കണ സൗണ്ട് ഉണ്ടല്ലോ. നന്നായിട്ട് കത്തുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ഇത് കത്തുണ്ട്? ആ തീപ്പൊയ്യാണോ? അല്ല, അവിടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഒന്നും കൂടി അതാ എറിഞ്ഞത്. നമുക്ക് ഇതിൻ്റെ ഇൻട്രോ സീനില്ല, മറ്റേ ആനിമേഷൻ, അതൊന്നും നോക്കാം കേട്ടോ. അത് നോക്കാം നമുക്ക്. ആനിമേഷൻ സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ടേടൻ എറിഞ്ഞോ? ഗ്രനേഡോട് ഗ്രനേഡ്. അയ്യോ ഗ്രനേഡ് എന്താ ഇങ്ങനെ പോയിന്റ് ചെയ്തിരിക്കണേ? ഇങ്ങനെ, പക്ഷെ അങ്ങനെ വേണ്ട. ഈ മുകളിലേക്ക് വയ്ക്കലും വേണ്ട, താഴേക്ക് വയ്ക്കാൻ നല്ലത്. ടേടൻ അല്ല, ഈ തീ എങ്ങനെ ഇതാവണേ? ഈ ഇത് പൊട്ടിത്തെറിച്ച സ്ഥലം കരിഞ്ഞുണ്ട് കേട്ടാ. അത് വേറെ കാര്യം. ഇനി ഓടിക്കോ. അതന്നെ. ഇനി ഒരു വണ്ടി കത്തിപ്പാളിസായി. അവിടെ ടയറൊക്കെ കിടക്കണല്ലേ. ടാക്സ് ഒന്ന് തരുമോ ചേച്ചി? പോട്ടെ വണ്ടി പോട്ടെ. വണ്ടി വിട്ടോ. ഇടടിച്ച് വരുന്നുണ്ട്. നമുക്ക് അതെടുക്കണം കേട്ടോ. അയ്യോ പോലീസ് വരുന്നു. ഈ റോക്കറ്റ് എടുക്കണം കേട്ടോ. ഓക്കെ, റോക്കറ്റ് എടുത്തിട്ട് സ്കിഡടിച്ച ഒരു മഹാൻ ലോകത്തുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു മഹാൻ. അപ്പോൾ നമുക്ക് നേരെ പോവാം. കുറച്ച് ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് സ്ലൈഡ് നേരെ കയറ്റാം. അത് തന്നെ, ഇതാണ് എനിക്കിഷ്ടം. നന്നായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കയറാം. അടിപൊളിയാണ്, നല്ല രസമാണ് സംഭവം. പിന്നെ അവിടെ ഹെലികോപ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പിന്നെ കളിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററൊക്കെ. ഹെലികോപ്റ്റർ നമുക്ക് അടുത്ത പാർട്ടിൽ കേട്ടോ. അവിടെ ഉണ്ട് അല്ലേ, അവിടെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ പോലീസൊന്നും ഇല്ല. അവനൊക്കെ അവനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഒരു കാര്യമുണ്ട്.
ഞാനൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിപ്പറിച്ച് പോയായിരുന്നു. അവനതന്നെ. ഓഫ്. എനിക്ക് വേറെ കാര്യം പറയണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ആൻറ്റി പറഞ്ഞല്ലോ കുറച്ചുകൂടെ കൊല്ലണമെന്ന്. അവരെയൊക്കെ കൊന്നു. ഓക്കെ. അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ ഒരു സംഭവം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അങ്കിളുണ്ടല്ലോ, എൻ്റെ അങ്കിളുടെ അന്ന് പേഴ്സ് തട്ടിപ്പിടിച്ചില്ലേ ഒരു പെണ്ണ്. ഓക്കെ. നമുക്ക് ബസ്സിൽ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ നമുക്ക് ബസ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ.